Objectives of managerial economics. Managerial economics പ്രധാനപ്പെട്ട objectives എന്തെല്ലാമാണ് നോക്കാം. To integrate economic theory with business practice. Economic തിയറിയെ ബിസിനസ് പ്രാക്ടീസുമായി സംയോജിപ്പിക്കുക. To apply economic concepts and principles to solve business problems. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇക്കണോമിക് കൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യുക. To employ the most modern instruments and tools to solve business problems. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. To allocate the scarce resources in the optimal manner. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വിഭവങ്ങളെ വിനിയോഗിക്കുക, പരിമിതമായ വിഭവങ്ങളെ വിനിയോഗിക്കുക. To make all round development of a firm. ഒരു ഫേമിന്റെ സാർവത്രികമായിട്ടുള്ള സർവോന്മുഖമായ വികസനം ഉറപ്പുവരുത്തുക. To minimize risk and uncertainty. റിസ്ക്കും അനിശ്ചിതത്വവും ഒക്കെ പരമാവധി ലഘൂകരിക്കുക. To help in demand and sales forecasting. ഡിമാൻഡിലും സെയിൽസ് ഫോർകാസ്റ്റിംഗിലും സഹായിക്കുക. To help in operation of firm by helping in planning, organizing, controlling. ഒരു ഫേമിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുക. എങ്ങനെയൊക്കെ സഹായിക്കുക? പ്ലാനിങ്ങിലൂടെ, സംഘാടനത്തിലൂടെ, നിയന്ത്രിക്കുന്നതിലൂടെയൊക്കെ അവയെ സഹായിക്കുക. To help in formulating business policies. ബിസിനസിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ സഹായിക്കുക. To help in profit maximization. ലാഭം മാക്സിമൈസ് ചെയ്യുന്നതിന് സഹായിക്കുക. To help to achieve other objectives of firm like attaining industry leadership, expansion of the market share, etc. മറ്റു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, അതായത് വ്യവസായത്തിന്റെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ പരമാവധി വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജറിയൽ ഇക്കണോമിക്സ് ആണ്. മാനേജറിയൽ ഇക്കണോമിക്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ്. ഒരു മാനേജറിയൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉതകുന്ന ടൂൾസും ടെക്നിക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നു. It helps in estimating various economic variables. വിവിധങ്ങളായ സാമ്പത്തിക വേരിയബിൾസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. It provides tools for demand forecasting and profit planning. ഡിമാൻഡ് മുൻകൂട്ടി കാണാനും പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാനും ആവശ്യമായ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. It helps in the formulation of business policies. ബിസിനസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. It helps in deciding optimum quantities of output, cost, price and profit. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഔട്ട്പുട്ടിന്റെ അളവ്, കോസ്റ്റ്, പ്രൈസ്, പ്രോഫിറ്റ് ഇവയൊക്കെ തീരുമാനിക്കാൻ സഹായിക്കുന്നു. It offers a wide range of business strategies. വിവിധ ബിസിനസ് തന്ത്രങ്ങൾ അത് ഓഫർ ചെയ്യുന്നു, വ്യത്യസ്തങ്ങളായ തന്ത്രങ്ങൾ. These strategies help managers solve various business problems. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ തന്ത്രങ്ങൾ മാനേജേഴ്സിനെ സഹായിക്കുന്നു. It is a foundation of business policies. ഇത് ഒരു ബിസിനസിന്റെ നയങ്ങളുടെ അടിസ്ഥാനമാണത്. Business policies are formulated on the basis of tools and techniques of managerial economics. Managerial economicsന്റെ ടൂൾസിനെയും ടെക്നിക്സിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ബിസിനസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. It assists the management to identify and understand
both external and internal factors that influence the business. ബിസിനസ് സ്വാധീനിക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ ഘടകങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും മാനേജ്മെന്റിനെ മാനേജർ ഇക്കണോമിക്സ് സഹായിക്കുന്നു. It is also useful to individuals, society and government. വ്യക്തികളെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും മാനേജർ ഇക്കണോമിക്സ് പല രീതിയിലും സഹായിക്കുന്നുണ്ട്. It can help to develop strategies to replace poverty with prosperity and to replace waste with efficiency. Waste ഒഴിവാക്കി കാര്യക്ഷമത കൊണ്ടുവരാനും ദാരിദ്ര്യം ഒഴിവാക്കി സമ്പൽ സമൃദ്ധി കൊണ്ടുവരാനുമുള്ള ചില വികസന തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ മാനേജർ ഇക്കണോമിക്സ് നമ്മെ സഹായിക്കുന്നു. ഓക്കെ,